പഠിക്കാനായിട്ട് രാത്രിയാകുമ്പോൾ പാട്ടും പാടി ഇറങ്ങിക്കോളും. പോപ്പ്. ഇതിപ്പോ പുതിയ കാര്യമൊന്നുമല്ലല്ലോ, എന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെന്നാ ഈ നാടിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് കൊതുക്, ചിലയിടത്ത് കൊതുകിന്റെ മുട്ടകൾ. എന്താ ഇതിനെതിരെ ആരും ഒന്നും പ്രതികരിക്കാത്തത്? ഇതൊക്കെ ആരോട് പറയാനാ? അതെ, നാളെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുമ്പോ സാറിനോട് പറയാൻ പറ്റുമോ ഇവിടെ കൊതുകടിയായിരുന്നെന്ന്? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. ഇരുൾ നീക്കി മനസ്സേ നവോന്മേഷമേകാൻ വരൂ യേശുവേ. എന്തുവാടാ ഇത്? നീ അകത്തിരുന്ന് കഥ എഴുതുവാണ്? അല്ലടാ, ഞാനിവിടെ ടെന്നീസ് കളിക്കുക. എടാ, നിന്റെ പവർ ബാങ്ക് എന്തി? ഇവിടെ മനുഷ്യന്റെ പവർ പോകാറായിരിക്കുക. അപ്പളാ അവന്റെ ഒരു ബാങ്ക്. ഓ, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഒന്ന് വേഗം ഇറങ്ങണ ഇങ്ങോട്ട്. മൊബൈലൊക്കെ ആയിട്ട് എങ്ങോട്ടാണ്? അകത്തിരിക്കുമ്പോ അറിയാം കഥ എഴുതുവാണോ ടെന്നീസ് കളിക്കുവാണോന്ന്. കഥ കടഞ്ഞ് അയ്യോ, നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇവിടെ ഒന്ന് വായി നോക്കി ഇരിക്കരുന്ന്. അനുഭവിച്ചോ? ദേഹത്തൊന്നും ആയില്ലല്ലോ അല്ലേ? വലിയ ചതിയായി പോയി. ഒരുമാതിരി മറ്റേടത്ത് ഏറായി പോയി. അയ്യോ, നില്ല്. ഓ, കൊള്ളക്കളവന്റെ അവരെ വട്ടം വെച്ച് ചേർത്ത് നിർത്ത്. എന്നാ ചേട്ടാ? നിനക്കൊക്കെ ഒരു ഹെൽമെറ്റ് വെച്ച് പൊക്കൂടാ. അതുപോട്ടെ, ഇന്നലെ എന്തായിരുന്നു അവിടെ ഒരു ബഹളം? എന്റെ പൊന്നു ചേട്ടാ, നാട്ടുകാരുടെ വേസ്റ്റ് മൊത്തം ഇടുന്ന നമ്മുടെ പറമ്പിലാ. പിടിക്കാന്ന് വെച്ചാൽ ആരെ കേട്ടതുമില്ല. എല്ലാവരും ഡമ്പിങ് ഏരിയ ഇതാ. അത് നിങ്ങളുടെ കഴിവുകേട്. നിങ്ങൾ ചെറുപ്പക്കാരാ ഇതിനെതിരെ പ്രതികരിക്കാണ്ട്. ഞങ്ങൾ കുറെ കാലമായിട്ട് സഹിക്കുന്നു. ഓ പിന്നെ ചെറുപ്പക്കാര് പ്രതികരണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളിനി എന്താന്ന് വെച്ചാ ചെയ്യും. ഒന്നുമില്ലേലും പുള്ളി പറഞ്ഞതിനും കാര്യമുണ്ട്. ഇവിടെയും വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാ നമുക്ക് രാത്രി കൊതുകടിയാലും കൊള്ള കിടക്കാം. അപ്പൊ എങ്ങനാ, ചെയ്താലോ? ഓ പിന്നെ, ഇവിടെ ചാറ്റ് ചെയ്യാൻ സമയമില്ല, അപ്പഴാ ക്ലീനിങ്. എന്നാ വാ, നമുക്ക് പോവാം. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്നെ ഫോൺ എടുക്കാഞ്ഞേ? സ്വിച്ച് ഓഫ് ആയിരുന്നോ? എടാ, ഞാൻ വേറൊരു കോളിലായിരുന്നു, അതാ എടുക്കാഞ്ഞേ. സോറി. എന്താ വിളിച്ചേ? എടാ, ജോപ്പൻ ആശുപത്രിയില്ല, ഡെങ്കിപ്പനിയായിട്ട് അഡ്മിറ്റാ. അഡ്മിറ്റാണോ? അഡ്മിറ്റാ. ഏതാശത്തില്ല? അവൻ പാമ്പാടി ആശുപത്രിയില്ല. ആരുമില്ല അവൻ്റെ കൂടെ. വിളിച്ചിട്ട് ആരും വരുന്നുമില്ല. കയ്യിലാണ് കാശുമില്ല. എടാ, പൈസക്ക് കുറച്ച് ടൈറ്റാ. ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഇറങ്ങി. പൈസക്ക് ടൈറ്റാണോ? ഞാൻ ഒരാൾ വിളിച്ചു നോക്കട്ടെ. അവന്മാരെ അറിയിക്കണ്ടേ? അത് വേണോ? വേണ്ടടാ, യൂത്തിലെ സീൻ നമ്മൾ വിട്ടതല്ലേ. നമ്മൾ യൂത്തന്മാരെല്ലാം ഒരുമിച്ച് ചാവാൻ നടന്നവന്മാരല്ലേ. നിങ്ങൾ കഴിഞ്ഞ കാര്യമെല്ലാം പെട്ടെന്ന് മറന്നോ? എന്താ ഇത്?
എന്തായാലും അവരെ ഞങ്ങൾ അറിയിക്കാൻ പോവാ. അത് വേണോ? അത് വേണം. സോറി അല്ലയാ, ഞങ്ങൾ പോവാ. ഈശോം ഷേഖ് സ്തുതിയായിരിക്കട്ടെ അച്ചോ. അതവിടെ തന്നെ ഇരിക്കട്ടെ. പറ കുരിയ പറ. അച്ചോ, നമ്മുടെ യൂത്തിൽ നിന്ന് അടി ഉണ്ടാക്കി പോയല്ലേ ആ ജോപ്പൻ, അവന് നല്ല പണി കിട്ടിയിരിക്കുക. അവനിപ്പോൾ ഡെങ്കിപ്പിന് പിടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുക. ഇപ്പോൾ ആണെങ്കിൽ അവന് നമ്മുടെ ഹെൽപ്പ് വേണ്ട സമയമാണ്. എങ്ങനെ അച്ചോ, നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? നമ്മുടെ പിള്ളേരെയൊക്കെ വിളിക്കും പെട്ടെന്ന്. നമുക്ക് അവനെ ഒന്ന് പോയി കാണാം. ശരി അച്ചോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് പോയി കാണാം. ഈശോ വിശ്വസിയായിരിക്കട്ടെ. കുരിയ, ഇങ്ങനെ ഈ സ്ഥലം കിടക്കുന്നതോളം കാലം ഇവിടെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ബാ, നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം. ബാ, എല്ലാരും വിളി. എല്ലാവരും വന്നേ, സഹകരിച്ച് എല്ലാരും വന്നേ മക്കളെ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ഇന്ന് ദൈവവചനം നമ്മളിലൂടെ ഇന്ന് പ്രാവർത്തികമാക്കിയ ഒരു ദിവസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ യുവജന പ്രസ്ഥാനം ദൈവം നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ഇന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോപ്പൻ ഡെങ്കിപ്പനി ബാധിച്ച് കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യുവദീപ്തിയുടെ മീറ്റിങ്ങിൽ വെച്ചുണ്ടായ ആ പ്രശ്നങ്ങളും ആ വഴക്കുകളും അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോയ നമ്മൾ വീണ്ടും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇന്നിവിടെ കൂടുവാനിടയായി. അതിൻ്റെ പിന്നിലെ ഛേദവികാരം തീർച്ചയായിട്ടും നമ്മളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നത് തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മെക്കുറിച്ച് തന്നെ ഈശോ പറയുന്ന വാക്കുകളുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഉപ്പ് രുചി കൂട്ടുവാനായിട്ടുള്ളതാണ്. എന്നാൽ രുചിക്ക് പകരം അരുചി നൽകിയാലോ ഉപ്പ് പിന്നെ ഒന്നിനും കൊള്ളുകയില്ല. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നമ്മൾ ലോകത്തിന് രുചി പകർന്നു കൊടുക്കേണ്ട വ്യക്തികളാണ്. ലോകത്തിന് മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കാണ് നമ്മൾ. അതാണ് ക്രിസ്തുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉപ്പായി മാറണം. നിങ്ങൾ നിങ്ങളുടെ ഇടവകയുടെ ഉപ്പായിട്ട് മാറണം. കുടുംബത്തിന് ഇടവകയ്ക്കും രുചി പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ്.
അതേ ക്രിസ്തു നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മളിൽ രൂഢമൂലമായിരിക്കുന്നു. ആ രൂഢമൂലമായ പ്രകാശത്തെ ഈ ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ യുവജന കൂട്ടായ്മയ്ക്ക് സാധിക്കണം. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദൈവം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഒന്ന് നോക്കിയാൽ ഈ സുന്ദരമായ ഈ പ്രകൃതിയെ ദൈവം എത്ര മനോഹരമായി ക്രമവൽക്കരിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഈ മഹാ അത്ഭുതത്തെ നമ്മൾ വളരെ വികൃതമാക്കി കളഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാപികളായ നമ്മൾ ഈ പ്രപഞ്ചത്തിന് മനോഹാരിത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ മലിനമാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിനെതിരായിട്ടുള്ള വലിയ തെറ്റ് തന്നെയാണ്. ദൈവത്തിൻ്റെ ഈ സുന്ദരമായ പ്രപഞ്ചത്തെ വികൃതമാക്കുക വഴി നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ നമ്മൾ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതി വിരുദ്ധമായ ഒരു തിന്മ കൂടിയാണ് ഈ പ്രകൃതിയെ നമ്മൾ മലിനീകരിക്കുക എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രകൃതിയെ മലിനീകരിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.